അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, സഹോദരികളെ, സൂറത്തു തക്കാസുറിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കേട്ടല്ലോ. ജീവിതം അവസാനിക്കും, ഖബറിൽ എത്തിച്ചേരും, ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മറഞ്ഞു പോകും. അതുവരെ മാത്രമേ ഈ പ്രൗഢിയും പ്രഭാവവും നിലനിൽക്കുകയുള്ളൂ. നമ്മൾ അറിയും, കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അല്ലാഹു ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്, കല്ലാ, വേണ്ട, ആ നിലപാട് നിങ്ങൾ ചെയ്യരുത്. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ദൃഢമായിട്ടുള്ള ഒരറിവ് നിങ്ങൾ അറിയുകയാണെങ്കിൽ ലതറവുന്നൽ ജഹീം, നരകം നിങ്ങൾ കാണും. കാര്യങ്ങളെപ്പറ്റി ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി പ്രവാചകന്മാരുടെ സന്ദേശം നിങ്ങൾ മനസ്സിലാക്കി അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ബോധ്യപ്പെടും നരകമുണ്ടെന്ന്. ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ ജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അതായത് ആ അറിവ് നിങ്ങളെ നരകം കാണുമെന്ന ആ ഒരു യഥാർത്ഥത്തിലേക്ക് എത്തിക്കും. അതിൻ്റെ ശേഷം നിങ്ങളെ അറിവ് മുഖേന നരകത്തെപ്പറ്റി നിങ്ങൾക്ക് ബോധ്യപ്പെടും. പിന്നീട് നേരിട്ട് കാണെ നരകത്തെ നിങ്ങൾ കാണും. സുമ്മ ലതറവുന്നഹ, പിന്നെ ആ നരകത്തെ നിങ്ങൾ കാണും. ഐനൽ യഖീൻ, ദൃഢമായ കണ്ണുകൊണ്ട് കാണും. നേരിട്ട് ദൃഢമായ ദൃക്സാക്ഷിയായി കാണും. ആദ്യം നമ്മളിപ്പോൾ ഈ ഹലോകത്ത് വെച്ച് നരകത്തെ കാണുന്നത് നേരിട്ടല്ല, കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്, നമ്മുടെ അറിവുകൾ കൊണ്ടാണ്. സൃഷ്ടിച്ച സൃഷ്ടാവ്, ഞാനൊരു അടിമ മാത്രം. ആ സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ യാഥാർത്ഥ്യമാണ്, അത് ആർക്ക് നോക്കിയാലും സത്യമാണെന്ന് ബോധ്യപ്പെടും. അതനുസരിച്ച് ജീവിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കുന്ന അറിവുള്ള ഒരാൾക്ക് ബോധ്യപ്പെടാവുന്ന കാര്യങ്ങളാണ്. അപ്പം നരകത്തിനെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ടും അറിവ് കൊണ്ടും നരകത്തിനെ നമ്മൾ കാണും ഈ ലോകത്ത്. എന്നാൽ സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, യഖീനിൻ്റെ കണ്ണുകൊണ്ട്, ദൃഢതയുടെ കണ്ണുകൊണ്ട് നേരിട്ട് ആ നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സുമ്മ, പിന്നീട് ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ആ ദിവസം, യൗമഇദിൻ, ആ ദിവസം, അതായത് ആ വിചാരണയുടെ ദിവസം, കണ്ണുകൊണ്ട് കാണുന്ന നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ ഫലാ യറാ യൻളുറു ഐമന മിൻഹു, വലതുഭാഗത്തേക്ക് നോക്കും, അപ്പം അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ കാണും. ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കും, അവൻ ചെയ്ത ചീത്ത കർമ്മങ്ങൾ കാണും. വയൻളുറു ബൈന യദൈഹി, മുന്നിലേക്ക് നോക്കുമ്പോൾ ഫലാ യറാ ഇല്ലൻ നാറ തിൽഖാ വജ്ഹിഹി, മുന്നിൽ നരകമല്ലാതെ മറ്റൊന്നും കാണില്ല. ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ കീറ് കൊണ്ടെങ്കിലും, അഥവാ നിസ്സാരമായ ഒരു നന്മ കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം. നരകം മുന്നിൽ കാണും, കണ്ണുകൊണ്ട് കാണും. ലതറവുന്നൽ ജഹീം, ആ നരകത്തെ കണ്ടിട്ട് വേണം വിശ്വാസിക്ക് സ്വർഗത്തിലെത്താൻ. അതാണ് സിറാത്ത്, നരകത്തിൻ്റെ മുകളിൽ കൂടിയുള്ള ഒരു പാലം കടന്ന് സിറാത്ത്. അസ്സിറാത്തു ഹഖ്ഉൻ, ആ സിറാത്ത് സത്യമാണ്. ആ നരകത്തെ നേരിട്ട് കണ്ട് അതിൻ്റെ ഭീകരത ബോധ്യപ്പെട്ട് അതിൻ്റെ മുകളിൽ കൂടി വേണം വിശ്വാസികൾക്ക് സ്വർഗത്തിലെത്താൻ. അപ്പോൾ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, നിങ്ങൾ ഭീകരമായ ജഹീമ്, നരകം കാണും, പിന്നെ കണ്ണുകൊണ്ടും കാണും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നീട് ഇഹലോകത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിനക്ക് കണ്ണ് തന്നില്ലേ? അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ, കണ്ണ് തന്നു, കാത് തന്നു, നാവ് തന്നു, ചുണ്ട് തന്നു, ചോദിക്കാനും പറയാനും മനസ്സിലാക്കാനും ജനങ്ങളോട് ഉപദേശിക്കാനും പഠിച്ച് ഗ്രഹിക്കാനും ചെല്ലാനും പറയാനുമുള്ള ചുണ്ട്, നാവ്, അതൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള കണ്ണ്. വേറെ ചില സ്ഥലത്ത് കാല് തന്നില്ലേ, കൈ തന്നില്ലേ, കാല് തന്നില്ലേ, നല്ലത് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങൾ നൽകിയില്ലേ? വഹദൈനാഹു നജ്ദൈൻ, ഉയർന്നു കാണുന്ന സത്യത്തിൻ്റെ മാർഗം, തിന്മയുടെ മാർഗം, അസത്യത്തിൻ്റെ മാർഗം, അതും കാണിച്ചു തന്നില്ലേ? അപ്പോൾ അത് അസത്യമാണെന്ന് ബോധ്യമായിട്ടും നീ അതിൽ കൂടി നടന്നല്ലോ, സത്യമാണെന്ന് ബോധ്യമായിട്ടും നീ അതിൽ കൂടി നടന്നില്ലല്ലോ. അള്ളാഹു ഇത്രയൊക്കെ ചെയ്തു തന്നു നിഅമത്ത്. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തിനെ ലതുസ്അലുന്ന, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. സഹോദരന്മാരെ, നമുക്ക് അല്ലാഹു തആല നിഅമത്ത് ചെയ്തു തന്നാൽ ആ നിഅമത്തിന് കണ്ണ് നിഅമത്താണ്,
അറിവ് നിഅമത്താണ്, ശരീരം നിഅമത്താണ്, നമ്മുടെ സുഹൃത്തുക്കളും കുടുംബവും ഈ നാടുമൊക്കെ നിഅമത്താണ്. ആ നിഅമത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം. ഭക്ഷണം നിഅമത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പട്ടിണിയുള്ള ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളിൽ അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഖത്താബും ഒരു സഹാബിയുടെ ഹൈസം ഇബ്നുൽ ഹൈസമിൻ്റെ വീട്ടിൽ ചെന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് വിശപ്പടക്കിയപ്പോൾ നബി പറയുന്നുണ്ട് അവരോട്, അബൂബക്കർ സിദ്ദീഖിനോട് ഉമറുൽ ഖത്താബിനോട്, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയതിൽ വല്ലാത്തൊരു അനുഗ്രഹമാണല്ലോ അള്ളാഹു നിങ്ങൾക്ക് നൽകിയത്. ഈ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ അനുഗ്രഹം പോലും അള്ളാഹു നിങ്ങളോട് ചോദിക്കുമെന്ന്. അപ്പോൾ നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും, നമ്മുടെ മക്കളും നമ്മുടെ സുഹൃത്തും ആരോഗ്യങ്ങളും സമ്പത്തും നമ്മുടെ കുടുംബങ്ങളും നമുക്ക് ആഹാര പാർപ്പിട സൗകര്യങ്ങളും ഒക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ചോദ്യം ചെയ്യപ്പെടും. ആ പരലോകത്തെ സൂക്ഷിക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.